അപ്പം അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാക്കിയത് നമ്മളെ ജ്വല്ലറി മാർക്കറ്റ് പറയുന്നത് ചെറിയൊരു മാർക്കറ്റല്ല. നമ്മൾ ഇന്ത്യയും കടന്ന് ഒരുപാട് വൈഡ് വെറൈറ്റീസ് ഉള്ളൊരു മാർക്കറ്റാണ്. അപ്പം നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മളെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ പോലെ ആദ്യം നാട്ടിലൊരു ബ്രാൻഡ് ചെയ്യുക, അതിനൊരു സിഗ്നേച്ചർ ഇടുക, അത് കഴിഞ്ഞിട്ട് GCCയിൽ ആലോചിക്കണത് നന്നാവും എന്ന് പറഞ്ഞപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലൊരു വേക്കപ്പ് കോളായിരുന്നു അത്. അങ്ങനെ നമുക്ക് ഒരുപാട് സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടി. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ചില സമയത്ത് നോക്കുമ്പോൾ ഒരു ഫെയിലിയറായി തോന്നുമെങ്കിലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എനിക്ക് ഇവിടെ വന്നിട്ട് ഒരുപാട് പ്ലാൻസ് ചെയ്യാൻ പറ്റി. ഇനി ഒരുപാട് പ്ലാൻസ് കയ്യിലുണ്ട്. അതിനൊക്കെ മേലെ ഈ 22 ഇയേഴ്സിൽ ജിമ്മായിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, ലിറ്ററലി എല്ലാ സാധനങ്ങളും എനിക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നില്ല. ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ വീഡിയോസ്, സൗദി വീഡിയോസ് മൊത്തം ഞാൻ കൺസിസ്റ്റൻ്റായി സൗണ്ട് ഓവർ കൊടുത്ത്, വോയിസ് ഓവർ കൊടുത്ത് എഡിറ്റ് ചെയ്ത് ഞാൻ ഇടുന്നത്. അതിൽ തന്നെ എനിക്ക് യൂട്യൂബിലാണെങ്കിൽ ഒരു 155 സബ്സ്ക്രൈബേഴ്സും, പിന്നെ നമ്മളെ ഇൻസ്റ്റയിലാണെങ്കിൽ ഒരു 41.7K വ്യൂസുള്ളൊരു വീഡിയോ. എനിക്കത് വലിയ അച്ചീവ്മെൻ്റ് ആണ്. അപ്പം അതിന് ഹെൽപ്പ് ചെയ്തത് നിങ്ങളെ സപ്പോർട്ടാണ്. കുറച്ച് പേരെങ്കിലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് വീഡിയോ ഇടണമെന്നും ആൾക്കാർ കാണും, ഇതെല്ലാവരെയും അറിയണം, പിന്നെ എന്നെപ്പോലത്തെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരിക്കുന്നു. പക്ഷേ ആ സ്ട്രഗിൾസ് ഒന്നും എനിക്ക് അത്ര വലിയ സ്ട്രഗിൾ അല്ലാതെ തോന്നിയാൻ കാരണം നമ്മളെ പ്രവാസികളാണ്. സത്യം പറഞ്ഞാൽ അവർക്കൊരു ഹാറ്റ്സ് ഓഫ് കൊടുത്തേ പറ്റുള്ളൂ. കാരണം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു, എനിക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സന്തോഷിക്കാൻ പറ്റിയിരുന്നില്ല. നമുക്ക് അടുത്ത് ഇഷ്ടപ്പെട്ട ആൾക്കാർ, ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ 15, 30, 20 കൊല്ലമൊക്കെ സ്വന്തം വീട്, നാട്ടുകാർ, സംഭവങ്ങളൊക്കെ ഒഴിവാക്കി സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരോട്, അതും അസുഖങ്ങൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നിട്ടും അവിടെ നിൽക്കുന്ന ആൾക്കാരോട് സത്യം പറഞ്ഞ ഒരു റെസ്പെക്റ്റ് തോന്നിപ്പോയി. അത് അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ഇനി നമുക്കൊരുപാട് പ്ലാനുകളുണ്ട്. നിങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ SRK പറഞ്ഞ പോലെ പിക്ചർ അബീബി ബാക്കി ഹെ ബൈ. അപ്പം കാണാം.